ഹലോ നമസ്കാരം. പേജ് 10 സ്റ്റോറീസിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ വിൻസി അലോഷ്യസ് എന്ന നടി പറഞ്ഞ ആരോപണം ഉന്നയിച്ച നടൻ ഷൈൻ ടോം ചാക്കോ ആണ് എന്നുള്ള കാര്യം തെളിഞ്ഞിരിക്കുകയാണ്. ഒപ്പം ഷൈൻ ടോം ചാക്കോവുമായി ഇന്ന് വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, ലഹരി പരിശോധന, പോലീസിന്റെ ലഹരി പരിശോധനയ്ക്കിടെ ഹോട്ടലിൽ നിന്ന് ഷൈൻ ടോം ചാക്കോ ഇറങ്ങി ഓടുന്ന CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിരിക്കുകയാണ്. ആദ്യം വിൻസി പറഞ്ഞ കാര്യങ്ങളിലേക്ക് തന്നെ നമുക്ക് പോകാം. അതായത് വിൻസി ആരോപിച്ചത് ഒരു നടൻ ലഹരി ഉപയോഗിച്ച് മോശമായി പെരുമാറി, ഒപ്പം മേശപ്പുറത്ത് വെളുത്ത പൊടി തുപ്പി എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. ആ സംഭവം നടന്ന സിനിമയുടെ പേര് പുറത്തു വന്നിരിക്കുകയാണ്. ആ സംഭവം നടന്നത് സൂത്രവാക്യം എന്ന സിനിമയുടെ സെറ്റിൽ വെച്ചാണ്. ഇതുമായി ബന്ധപ്പെട്ട് വിൻസി ഫിലിം ചേംബറിനും ഒപ്പം ആ സിനിമയുടെ തന്നെ ACCക്കും, അതായത് ഇന്റേണൽ കമ്മിറ്റിക്കും പരാതി നൽകിയിരിക്കുകയാണ് വിൻസി. എന്തുകൊണ്ട് ആ നടന്റെ പേര് പറഞ്ഞില്ല എന്ന് വിൻസിയുടെ പോസ്റ്റിന് താഴെ ഒരുപാട് പേർ ചോദിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് വിൻസി ഇപ്പോൾ ഈ നടനെതിരെ പേര് പറഞ്ഞു പരാതിയുമായി ഫിലിം ചേംബറിനെയും ACCയെയും സമീപിച്ചിരിക്കുന്നത് എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അന്ന് തന്നെ വിൻസി പറഞ്ഞപ്പോൾ തന്നെ ഈ വിൻസി പറഞ്ഞ ആ ഒരു സംഭാഷണ ശൈലിയൊക്കെ വെച്ച് തന്നെ ഇത് നടൻ ഷൈൻ ടോം ചാക്കോ ആണ് എന്നുള്ളത് ഏകദേശം ഉറപ്പിച്ചിരുന്നു. പക്ഷേ ഏത് സിനിമയിലാണ് ഇവർ ഒരുമിച്ച് അഭിനയിച്ചത് എന്നത് സംബന്ധിച്ച് വ്യക്തതയില്ലായിരുന്നു. കാരണം സൂത്രവാക്യം എന്ന സിനിമയുടെ ലിസ്റ്റ് വിൻസിയുടെ വിക്കിപീഡിയയിലോ അല്ലെങ്കിൽ ഷൈനിന്റെ വിക്കിപീഡിയയിലോ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവർ ഏത് സിനിമയിലാണ് ഒരുമിച്ച് അഭിനയിച്ചത് എന്നുള്ളൊരു ചോദ്യം നീണ്ടിരുന്നു. മാത്രമല്ല വിൻസി പറഞ്ഞപ്പോൾ ഇത് ഷൈൻ ടോം ചാക്കോ അല്ല എങ്കിൽ പിന്നെ മറ്റേത് നടൻ എന്നുള്ളൊരു ചോദ്യവും വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനൊക്കെ ഇടെയാണ് വിൻസി അലോഷ്യസ് ഇപ്പോൾ പരാതിയുമായി ഫിലിം ചേംബറിനെ സമീപിച്ചിരിക്കുന്നത്. അതിനിടെ രസകരമായ ഒരു സംഭവം ഉണ്ടായത്, വിൻസി പറഞ്ഞതുമായി ബന്ധപ്പെട്ടൊരു വാർത്ത ഷൈൻ ടോം ചാക്കോ ഇൻസ്റ്റാ സ്റ്റാറ്റസ് ആക്കി എന്നുള്ളതാണ്. അതിനുശേഷം ഇത് നടൻ ഷൈൻ ടോം ചാക്കോ ആണ് എന്ന് പറഞ്ഞ ശേഷവും ഈ ഷൈൻ ടോം ചാക്കോ ഇൻസ്റ്റാ സ്റ്റോറിയിൽ നിന്ന് ആ വാർത്ത മാറ്റിയിട്ടില്ല. ഇപ്പോഴും അത് തുടരുകയാണ്. ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് വരെ ഷൈൻ ടോം ചാക്കോയുടെ ഇൻസ്റ്റാ സ്റ്റാറ്റസിൽ അത് തുടരുകയാണ്. ഇന്ന് ഷൈൻ ടോം ചാക്കോയുമായി ബന്ധപ്പെട്ട് വന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, ഷൈൻ ടോം ചാക്കോ ഉള്ള ഹോട്ടലിൽ പോലീസ് റെയ്ഡ് നടത്തി. അതിനിടെ ഷൈൻ ടോം ചാക്കോ ഹോട്ടലിന്റെ പിറകുവശം വഴി ഇറങ്ങി ഓടി എന്നുള്ള ഒരു വാർത്തയാണ് അതുമായി ബന്ധപ്പെട്ട് വരുന്നത്. ഷൈൻ ടോം ചാക്കോയും ഒപ്പം ഉണ്ടായിരുന്ന രണ്ടുപേരും പോലീസിന്റെ, അതായത് ഡാൻസ് ഓഫ് സംഘം, പോലീസിന്റെ ലഹരി വിരുദ്ധ സംഘം, അതിന്റെ പരിശോധനയ്ക്കിടെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഓടുന്ന CCTV ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. 314 റൂം, അതിലായിരുന്നു ഷൈൻ ടോം ചാക്കോ ആ ഹോട്ടലിൽ താമസിച്ചിരുന്നത്. അവിടെ ഷൈനിനെ അന്വേഷിച്ച് പോലീസ് എത്തി. രാത്രി 10:30യോടെയാണ് പോലീസ് എത്തിയത്. അതേസമയം റൂമിന്റെ ജനാല വഴി ഷൈൻ ടോം ചാക്കോ 2ാം നിലയുടെ ഷീറ്റിന് മുകളിലേക്ക് ചാടുകയും അവിടെ നിന്ന് നേരെ ഹോട്ടലിന്റെ നീന്തൽക്കുളത്തിലേക്ക് ചാടുകയും അവിടെ നിന്ന് പടിക്കെട്ട് വഴി താഴേക്ക് ഇറങ്ങി റിസപ്ഷനിലേക്ക് എത്തി. റിസപ്ഷനിൽ നിന്ന് ഹോട്ടലിന്റെ മുന്നിലേക്ക് പോയി അവിടെ ഉണ്ടായിരുന്ന ഒരു ഇരുചക്ര വാഹനത്തിന് കൈ കാണിച്ച് രക്ഷപ്പെടുകയും ചെയ്യുകയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തിന് ഇത്രയും സാഹസപ്പെട്ട് സിനിമാ സ്റ്റൈലിൽ ഷൈൻ ടോം ചാക്കോ ഓടി രക്ഷപ്പെട്ടു എന്നുള്ള ചോദ്യമാണ് അവിടെ ഉയർന്നത്. അതുകൊണ്ട് തന്നെ ഒന്നുകിൽ ഷൈൻ ടോം ചാക്കോയുടെ കയ്യിൽ ലഹരി വസ്തു ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഷൈൻ ടോം ചാക്കോ ലഹരി ഉപയോഗിച്ചിരുന്നു എന്നുള്ള ഒരു നിഗമനത്തിലേക്കാണ് പോലീസ് എത്തുന്നത്. എന്തായാലും ഷൈനൊപ്പം മുറിയിൽ ഉണ്ടായിരുന്ന ആളെ പോലീസ് പരിശോധിച്ചു എങ്കിലും ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും ഒരു തെളിവും പോലീസിന് കിട്ടിയിട്ടില്ല. എന്തായാലും തങ്ങൾ വരുന്ന കാര്യം ഷൈനിന് ചോർന്നു കിട്ടിയോ എന്നുള്ളൊരു സംശയവും പോലീസിന്റെ ഡാൻസ് ഓഫ് സംഘത്തിന് ഉണ്ട്. നമുക്കറിയാം, നേരത്തെയും ഷൈൻ ടോം ചാക്കോയുമായി ബന്ധപ്പെട്ട് ലഹരി വാർത്തകൾ നിരവധി വന്നിട്ടുണ്ട്. 2015 ജനുവരി 31 ഇതിഹാസ സിനിമ ഹിറ്റായി നിൽക്കുന്ന സമയം, അതായത് ഷൈൻ ടോം ചാക്കോ നായകനായി തിളങ്ങി നിൽക്കുന്ന സമയത്ത് ഹോട്ടൽ മുറിയിൽ നിന്ന് പുലർച്ചെ 1 മണിക്ക് ഷൈൻ ടോം ചാക്കോയും 4 പേരും അറസ്റ്റിലാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കൊക്കൈൻ ഉപയോഗവുമായി ബന്ധപ്പെട്ടായിരുന്നു അന്ന് അറസ്റ്റ്. അന്ന് ഷൈൻ ടോം ചാക്കോ ഉപയോഗിച്ചിരുന്ന മുറിയിൽ നിന്ന്, അത് ഹോട്ടലല്ലായിരുന്നു, അത് ഫ്ലാറ്റ് ആയിരുന്നു, ഷൈൻ ടോം ചാക്കോ ഉപയോഗിച്ചിരുന്ന മുറിയിൽ നിന്ന് കൊക്കൈന്റെ ബാക്കി കവറുകൾ കിട്ടി. ഒപ്പം ഷൈൻ ടോം ചാക്കോയും സംഘവും ലഹരി ഉപയോഗിച്ചിരുന്നു എന്ന് തെളിഞ്ഞു. പക്ഷേ നിർഭാഗ്യവശാൽ ആ കേസ് കോടതിയിൽ വേണ്ടത്ര തെളിവുകൾ ഇല്ലാത്തത് കൊണ്ട് തള്ളിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് അന്ന് ഫ്രിഡ്ജിൽ കണ്ടെത്തിയ കൊക്കൈൻ അത് കൊക്കൈൻ അല്ല എന്ന് കൊക്കൈൻ ആണ് എന്ന് തെളിയിക്കാൻ പോലീസിന് കഴിഞ്ഞില്ല. മാത്രമല്ല ഈ നടനും സംഘവും ലഹരി ഉപയോഗിച്ചിരുന്നു എന്നുള്ള കാര്യവും പോലീസിന് തെളിയിക്കാൻ കഴിഞ്ഞില്ല. ഇക്കാര്യത്തിൽ പോലീസിന്റെ ഭാഗത്ത് ഗുരുതരമായ വീഴ്ച വന്നു എന്ന് അടുത്തിടെയാണ് ഹൈക്കോടതി പരാമർശം നടത്തിയത്.
ഈ വിവാദങ്ങൾ എന്നും ഷൈൻ ടോം ചാക്കോയ്ക്ക് ഒപ്പമുണ്ട്. അതിൽ ഈ ലഹരിയുമായി ബന്ധപ്പെട്ട വിവാദം മാത്രമല്ല, ചില അസ്വാഭാവിക പെരുമാറ്റങ്ങൾ, അഭിമുഖത്തിനിടെ അസ്വാഭാവിക പെരുമാറ്റങ്ങൾ, ആ രീതിയിലെല്ലാം ഷൈൻ ടോം ചാക്കോ എപ്പോഴും വിവാദത്തിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ലഹരി ഉപയോഗിച്ച് അഭിനയിച്ചാൽ മാത്രമേ ലഹരി ഉപയോഗിച്ച ആളെപ്പോലെ അഭിനയിക്കാൻ പറ്റൂ എന്നുള്ള വിവാദ പരാമർശം വരെ ഷൈൻ നടത്തിയിട്ടുണ്ട്. മാത്രമല്ല, ഇതിനിടയിൽ വിമാനത്തിന്റെ കോക്പിറ്റിൽ കയറിയതുമായി ബന്ധപ്പെട്ട് ഷൈനിനെതിരെ ഒരു പരാതി വന്നു, കേസ് വന്നു. ഈ പൈലറ്റ് നേരാവണ്ണമാണോ വിമാനം പറപ്പിക്കുന്നത് എന്ന് നോക്കാൻ വേണ്ടി കയറിയത് എന്നുള്ള വിചിത്ര സ്വഭാവമുള്ള മറുപടിയാണ് അന്ന് ഷൈൻ നൽകിയത്. ഇങ്ങനെ പല രീതിയിൽ പല സ്വഭാവത്തിൽ ഷൈൻ ടോം ചാക്കോ വിവാദത്തിൽപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിനിടയിൽ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി ഓടുന്ന ഷൈൻ ടോം ചാക്കോയെ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ പല രീതിയിൽ ഷൈൻ ടോം ചാക്കോ വിവാദത്തിൽപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ വിൻസിയുടെ ഈ വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നു, പരാതി വന്നിരിക്കുന്നു. ഒപ്പം ഈ ഹോട്ടലിൽ നിന്ന് ഷൈൻ ടോം ചാക്കോ ഇറങ്ങി ഓടിയ ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. ഷൈൻ ടോം ചാക്കോയെ ഇതുവരെ പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ പോലീസ് ഒരു അറസ്റ്റിലേക്ക് തന്നെ പോകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും വളരെ നല്ല നടനാണ്, മികച്ച രീതിയിൽ അഭിനയിക്കുന്ന നടനാണ് ഷൈൻ ടോം ചാക്കോ. വളരെ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ ശ്രദ്ധേയനായ നടനാണ്. മലയാളത്തിൽ നിന്ന് തമിഴിലേക്കും മറ്റുമൊക്കെ പോയി തിളങ്ങിയ നടനാണ്. പക്ഷേ ഈ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ മാത്രമല്ല, ചില സ്വഭാവത്തിലെ അസ്വാഭാവികത കാരണമുള്ള പെരുമാറ്റങ്ങൾ, അതിലെല്ലാം വിവാദം എപ്പോഴും ഷൈൻ ടോം ചാക്കോയ്ക്ക് ഒപ്പമുണ്ട് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്കറിയാം, ഈ ഡയലോഗ് ഡെലിവറി ശരിയാകാത്തത് ഷൈൻ നിരന്തരമായി ലഹരി ഉപയോഗിക്കുന്നു, കൊക്കൈൻ ഉപയോഗിക്കുന്നു, MDMA ഉപയോഗിക്കുന്നു, അതൊക്കെ കൊണ്ടാണ് എന്നുള്ള വ്യാപകമായ പരാതിയുണ്ട്. നമുക്കറിയാം, കമലിൻ്റെ സംവിധാന സഹായിയായാണ് സിനിമാ രംഗത്തേക്ക് ഷൈൻ ടോം ചാക്കോ വരുന്നത്. അതിനുശേഷം കാവ്യമാധവൻ മുഖ്യവേഷത്തിൽ അഭിനയിച്ച ഗദ്ദാമയിലൂടെ ആണ് ഷൈൻ അഭിനയ രംഗത്തേക്ക് ഇറങ്ങേറുന്നത്. പിന്നെ വെച്ചടി കയറ്റം കാണുന്ന, അല്ലെങ്കിൽ വെച്ചടി കയറ്റമുള്ളൊരു കരിയറാണ് ഷൈൻ ടോം ചാക്കോയ്ക്ക് കിട്ടിയത്. പക്ഷെ അത് നശിപ്പിക്കുന്ന രീതിയിലുള്ള വിവാദങ്ങൾ, ലഹരി ഉപയോഗം, ഇപ്പോൾ വിൻസി പറഞ്ഞതുപോലുള്ള പെരുമാറ്റങ്ങൾ, ഇതെല്ലാമാണ് ഷൈൻ ടോം ചാക്കോയിൽ നിന്ന് ഉണ്ടാകുന്നത്. എന്തായാലും ഒരു നല്ല നടൻ്റെ ഒരു നാശമാണ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വിവാദങ്ങൾ ഷൈനിനെ വിട്ടൊഴിയുന്നില്ല. ഈ വിൻസിയുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തൽ, ഒപ്പം ഈ ഹോട്ടൽ മുറിയിൽ നിന്ന് ഇറങ്ങി ഓടൽ, നേരത്തെയുള്ള അറസ്റ്റ്, ഇതെല്ലാം ഷൈനിൻ്റെ കരിയറിന് ഒരു നിഴലായി, ഇങ്ങനെ ഒരു കറുത്ത നിഴലായി കൂടെ തുടരുകയാണ്.